ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഏത് വാതിലാണ് തുറക്കുന്നത് ഇപ്പോൾ എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസാണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, ഈ റോസ് കളറാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1, ഈ ഒരു ഓറഞ്ച് കളർ സീനിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് യെല്ലോ കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്കുള്ള മെസ്സേജസ് പൈൽ നമ്പർ 1, ഏത് വാതിലാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. Ace of Swords, Wheel of Fortune, Ten of Pentacles, Moon card, Magician, and the Hanged Man. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 9 of Wands. ഓക്കെ, സോ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള സന്ദേശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഏസ് ഓഫ് സോർഡ്സ് എനർജിയാണ് നിങ്ങൾക്കായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്ന വാതിൽ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിന് നിങ്ങളാണ് പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതുവരെ ജോലി ഇപ്പോൾ ശരിയാവാതെ ഇരിക്കുന്നവരാണ്. ഈ ജോലി ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല, എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി എനിക്ക് മാത്രം ഇത്ര വൈകുന്നത്, എന്തുകൊണ്ടാണ് ജോലിയിലെ കാര്യങ്ങൾ റെഡി ആവുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ സൂചിപ്പിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ആ ഒരു വാതിൽ തുറക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷേ യു ഹാവ് ടു സ്റ്റാൻഡ് സ്ട്രോങ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. അതായത് ഈ ഒരു നമ്മൾ പറയും മുട്ടുവിന് തുറക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വാതിലിൽ മുട്ടുകയാണെങ്കിലാണ് ആ വാതിൽ തുറക്കപ്പെടുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം സംയമനത്തോടു കൂടിയിട്ട് വേണ്ടുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാർത്ഥതയുണ്ട്. ജോലി സംബന്ധമായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം കമ്പാഷൻ നിങ്ങളുടെ ഉള്ളിൽ, കൈൻഡ്നെസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വ്യഗ്രത, ഒരു തീവ്രത മനസ്സിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ളൊരു ധൃതിയല്ല വേണ്ടത്, മറിച്ച് ക്ഷമയും സംയമനവുമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഏസ് ഓഫ് സോർഡ്സ് എനർജി സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ പറയില്ലേ, ഒരു ആഹാ മൊമെന്റ്, ആ ഒരു മൊമെന്റ്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് ജീവിതത്തിലേക്ക്, ഈ ഒരു നിമിഷം എന്നിലേക്ക് എത്തുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു നിമിഷം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം തന്നെയാണ് ഇൻ യുവർ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ. അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത്, ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിൽ നിങ്ങൾ അത് നേടുമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അടുത്തിടെയായിട്ട് ബിസിനസ്സിൽ വലിയ ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല. പല കാരണങ്ങൾ നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ടിട്ട് എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ വലിയ നഷ്ടങ്ങളില്ലാതെ പോകുന്നവരാണെങ്കിലും വലിയ ലാഭമൊട്ടും ഇല്ലതാനും. ഇപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്താലും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ പിന്നെ ഇത് തന്നെ എന്തിന് എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ചില ആളുകൾക്ക് അതേപോലെ നഷ്ടങ്ങളുടെ പട്ടിക പറയാനുണ്ടാവും. പക്ഷെ ഇതിവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ഒരു വീല്, ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു വീല് നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചൊരു ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് എനർജി ഓഫ് ബിസിനസ്
അല്ലെങ്കിൽ ഹൗസ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ളതോ പ്രൊഫഷണൽ ആയിട്ടുള്ളതോ നിങ്ങൾ പടുത്തുയർത്തിയ ആ ഒരു സാമ്രാജ്യം എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു സാമ്രാജ്യം മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാം. ഗിഫ്റ്റ്സ്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സമ്മാനം നിങ്ങൾക്ക് ആ ഒരു ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്ന ഈ ഒരു വാതിലുകൾ അവസരങ്ങളുടെ വാതിലുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് തുറന്നു വരുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ചൊരു ഹാപ്പി എൻഡിങ് ആണ്. ഒന്ന് അവസാനിച്ച് ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ പുതിയ പുതിയ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ വാതിലാകാം. കാരണം അതെടുത്ത് പറയാനെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങൾ അക്കാഡമിക് ലെവലിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അതാവാം. അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാനും മറ്റൊക്കെ ഉള്ള ഒരു അവസരം വരുന്നതാവാം. ഇനി നിങ്ങളൊരു വിദ്യാർത്ഥി അല്ല എങ്കിൽ കൂടിയും അക്കാഡമിക്സിൽ മുന്നേറാനായിട്ട്, ഇപ്പോൾ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു റിസർച്ചർ, ഒരു പ്രൊഫസർ, ലെക്ചറർ അതൊക്കെ ആവാം. അതല്ല എങ്കിൽ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷനിൽ, അതൊരു സ്കൂളിലോ കോളേജിലോ ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഒരു ജോലി, അവിടുത്തെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലിയാവാം. അങ്ങനത്തെ ഒരു എനർജി ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ലക്കി ആയിട്ടുള്ള ഒരു എനർജി അത് സൂചിപ്പിക്കുന്ന ലക്കി ചാം എന്നുള്ള സമയമൊക്കെ ഒരു ലക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഇപ്പോഴത്തെ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആണ്. തീർച്ചയായിട്ടും ഇതൊരു 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആണെങ്കിലും നമ്മൾ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് ഫീൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഇൻഫിനിറ്റി ആണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സിമ്പിൾ ഓഫ് ഇൻഫിനിറ്റി ആണ് നമ്മളിവിടെ കാണുന്നത്. പല സിറ്റുവേഷനിൽ പല രീതികളിലായിട്ട് നമുക്ക് ഒരു കാർഡിന് ഒരു മീനിങ് തന്നെയല്ല ഉള്ളത്. അതിൽ പല കാരണങ്ങൾക്ക് പല രീതിയിൽ പല സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ എനർജി ഇതിൽ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട്, സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പോകുന്ന ആ ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ജോലി എന്നുള്ളതല്ല, നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലിയുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ബിസിനസ്സും ജോലിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഒരു ജോലി ഉണ്ടാവാം, എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവാം, ചിലപ്പോൾ അതെങ്കിൽ യൂട്യൂബ് ചാനൽ അതോടൊപ്പം ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ എടുക്കാനോ, അതായത് ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാവാം. അപ്പോൾ ഒരു കാര്യത്തിലല്ല, പല കാര്യത്തിൽ, ആ ഒരു പല കാര്യങ്ങളിൽ പലതും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കൂടി തരുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഒരു ചാനൽ, ഇപ്പോൾ ഒരാളൊരു ചാനൽ, യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം ആകാം, പക്ഷെ മറ്റുള്ളവർക്ക് കൂടി അതൊരു സഹായമാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ചാനലുകളാണെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് അത് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഒരു നേരം പോക്ക് മാത്രമായിട്ടുള്ളതല്ലാതെ അവർക്ക് പ്രയോജനമുണ്ട്, പക്ഷെ അവരിൽ നിന്ന് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളൊന്നും അവർക്കുണ്ടാകുന്നില്ല. അതേസമയം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാം. അല്ലെങ്കിൽ പ്രയോറിറ്റീസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലും പല രീതികളിലും നിങ്ങൾ മുന്നേറുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പണം. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ പണം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ചെറിയ രീതിയിൽ ലാഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നല്ല ഇടങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന, അതായത് പല വഴികളിലൂടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ മുന്നേറാൻ പറ്റുന്ന അവസരം, അതിന്റെ വാതിലാണ് നിങ്ങൾക്ക് മുമ്പ് തുറക്കുന്ന. ആ ഒരു വാതില് നമ്മൾ പലപ്പോഴും എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാതെ തന്നെ, അല്ലെങ്കിൽ ഒത്തിരി വഴികളിലൂടെ സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള അവസരം നിങ്ങളുടെ മുമ്പ് വരുമ്പോൾ എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ആണ് പലതും ഉള്ളത്. ഇപ്പൊ നിങ്ങളത് വേണ്ടെന്ന് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം കൊണ്ടിട്ടാവാം, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ടാവാം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ പറ്റും എന്നുള്ളത്. ഇവിടെ ഒരു മൂൺ എനർജി കൂടിയിട്ട് കാണിക്കുന്നത്. ഇതൊരു സ്ട്രോങ് മൂൺ എനർജിയാണ്, ഫുൾ മൂൺ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ. അപ്പോൾ ഈ ഫുൾ മൂണിന്റെ പ്രത്യേകത പലതിന്റെയും കംപ്ലീഷൻ ഫേസ് ആണ്, പലതിന്റെയും പര്യവസാനം,
പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഹീലിംഗിലേക്കുള്ളൊരു വാതിലാണ് തുറക്കുന്നത് ഇവിടെ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു എനർജി, മൂൺ എനർജി സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും നിങ്ങൾ ഭയം ഉണ്ടാവും. നിങ്ങൾക്ക് ബ്ലോക്കേജസ് പലപ്പോഴും ഇതിൽ സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായിട്ട് പോയിട്ട് നിങ്ങൾ ഭയം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും മുന്നോട്ടേക്ക് പോകാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അപകർഷതാ ബോധം ഉണ്ടാകും, അത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ടാവും. പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ്യവും ഇല്യൂഷനും തമ്മിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ, നിങ്ങളുടെ സങ്കല്പ ലോകത്തിലുള്ളതും യഥാർത്ഥ്യത്തിലുള്ളതും തമ്മിൽ തിരിച്ചറിയാനുള്ളൊരു അറിവ്, ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യവും സാങ്കല്പികവുമായിട്ടുള്ളത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു ലീനിയർ തിങ്കിങ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസസ് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, ഒരു മെന്റൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ മൂൺ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതായത് മാനസികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന ചില നിങ്ങൾ അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ സയൻസ്, സിങ്ക്രനിസിറ്റീസ് ഒക്കെ നമ്മൾ പറയും, ഏഞ്ചൽ നമ്പേഴ്സ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ സ്പിരിച്വാലിറ്റി, ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന പല എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന ചൂടോ തണുപ്പോ, അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെ കാണുന്ന സിങ്ക്രനിസിറ്റീസ് ആയിട്ടുള്ളതോ സയൻസ് എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരു പ്രാണി ഉണ്ടാവും. അത് എന്ത് പ്രാണിയാണ്, ഏത് സാഹചര്യത്തിലാണ്, രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ്, അങ്ങനെ പലതും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു പ്രപഞ്ചശക്തി നമുക്ക് സയൻസ് തരുന്നുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തൊരു കൺഫ്യൂഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ആ ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണ്. സ്പിരിച്വൽ അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പലരും ഞാൻ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുന്ന നമ്മൾക്ക് അനുഭവത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കഥയാണ്. അത് വിശ്വസിക്കാൻ പറ്റില്ല. അവർക്കത് അനുഭവത്തിൽ വരാത്തിടത്തോളം കാലം അതൊരിക്കലും നമുക്ക് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ മജീഷ്യൻ എനർജിയാണ്, അഗെയിൻ മജീഷ്യൻ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ റിസോഴ്സസും നിങ്ങളുടെ മുമ്പിലുണ്ട്. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മൾക്കത് കാരണം നമ്മുടെ കയ്യിലുള്ള അതൊക്കെ നല്ല പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഉയർച്ചയിലേക്ക് എത്താം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഏതൊരു സമയത്ത്, ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാതിരിക്കും. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ഇത്രയോ ഉയരത്തിൽ എത്താമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിശ്വാസമാണ് അവിടെ എല്ലാം. ബിലീഫ്, ഇപ്പൊ നമ്മൾ മജീഷ്യൻ എനർജി പറയും, മറ്റുള്ളവരെ ബിലീവ് ചെയ്യിക്കുകയാണ്, ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. പക്ഷെ സത്യത്തിൽ അതല്ല സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു കഴിവ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇല്ലാത്തത് വിശ്വസിക്കുന്നു, ഉള്ളതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ സ്കില്ല്, അത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കുള്ള നിങ്ങളുടെ ഉള്ളത്തിലേക്കുള്ള വാതിലാണ് നിങ്ങൾക്ക് തുറക്കുന്നത്. ആ വാതിൽ നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താണ്, ആരാണ്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളതാണ്. കാരണം ഇത് വളരെ സ്ട്രോങ് മെസ്സേജാണ്. ഞാൻ പലയിടങ്ങളിലും ചില വ്യക്തികൾക്ക് അറിയാം, അവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും അവർ ആ വിശ്വാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആ വിശ്വാസം അവരുടെ ഉള്ളിൽ ഇല്ലാത്തിടത്തോളം കാലം ഒന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. നമ്മൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിലും നമുക്ക് പുറത്ത് കടക്കാനുള്ള വഴി നമ്മളുടെ ഉള്ളം നമുക്ക് കണ്ടെത്തിത്തരും. മാനിഫെസ്റ്റേഷന്റെ സ്ട്രോങ് പവറാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഹാങ്ക്മാൻ എനർജിയാണ്. അപ്പൊ ഇതിവിടെ പറയാനുള്ളത്, ഈ ഹാങ്ക്മാൻ എനർജി ഒരിക്കലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നമ്മൾ പറയും. സ്റ്റക്ക് സിറ്റുവേഷൻ അല്ല പലപ്പോഴും. അത് എല്ലായ്പ്പോഴും സ്റ്റക്ക് ആയിരിക്കണമെന്നില്ല. കാരണം ഇവിടെ ഈ എനർജി നിങ്ങൾ സ്റ്റക്ക് എനർജി അല്ല, ബിക്കോസ് ഈ ഒരു എനർജി ഓഫ് മെഡിറ്റേഷൻ. ഇപ്പൊ നമ്മൾ ബാറ്റിന്റെ എനർജിയാണ് ഇവിടെ. ബാറ്റിന്റെ എനർജി, ഒരു ബാറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി ഓഫ് പവറാണ്. മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്തത് കേൾക്കുക, കാണാൻ പറ്റാത്തത് കാണുക എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ എത്തണമെങ്കിൽ യു ഹാവ് ടു സ്റ്റേ സ്ലോ ആയിരിക്കണം. കാരണം മറ്റുള്ള കാര്യങ്ങൾ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സ്ലോ ഡൗൺ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും ഡിലേ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം വരുത്തുന്നത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങളുടെ ഉള്ളിലേക്ക്.
പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാതെ ആ സമയം എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ എന്ത് പറ്റും, മെന്റലി ഇമോഷണലി സ്പിരിച്വലി എല്ലാം പകിടം മറിയും. അപ്പോൾ ആ സ്പിരിച്വൽ ഇതിലേക്ക് നിങ്ങൾ പോവില്ല, നിങ്ങൾ നടക്കേണ്ടുന്ന കാര്യങ്ങൾ ഒട്ടും നടക്കില്ല, അതും നിങ്ങൾ ഡിലേ ആക്കും. കാരണം ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നിങ്ങൾ നെഗറ്റിവിറ്റിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബി കം മെഡിറ്റേറ്റ്, സ്പിരിച്വലി കണക്റ്റഡ് ആവുക. അത് മെഡിറ്റേഷൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം ഇവിടെ നിങ്ങളുടെ എനർജി മെയിൻ തീമേഴ്സ് 9 of Wands എനർജിയാണ്. 9 of Wands എനർജി, യു ഹാവ് ടു ഫൈറ്റ് യുവർ ബാറ്റിൽ. നിങ്ങളുടെ ബാറ്റിൽ, അതായത് നിങ്ങളുടെ യുദ്ധം നിങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്യണം. അതിനർത്ഥം നമ്മൾ വാളെടുത്ത് യുദ്ധത്തിന് പോവുക എന്നുള്ളതല്ല. ഇമോഷണൽ ബാറ്റിൽ, അതിനുള്ള അവസരമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നിങ്ങൾ ആ ഒരു രാജകീയ പ്രൗഢിയിലേക്കുള്ള വാതിലാണ്, നിങ്ങളുടെ എന്താ പറയാ, രാജ്യാരോഹണത്തിലേക്കുള്ള വാതിലാണ് നിങ്ങൾക്ക് തുറക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മെസ്സേജ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 2. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം, നിങ്ങൾക്ക് മുമ്പിൽ ഏത് വാതിലാണ് തുറക്കുന്നത് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 2. ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്തായാലും. പൈൽ നമ്പർ 2 നമുക്ക് കാർഡ്സിലൂടെ നോക്കാം. Okay, pile number 2. Ten of Pentacles, 7 of Wands, 6 of Cups, Hermit, 4 of Pentacles, Judgment energy, 2 of Wands. Okay. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്, നിങ്ങളുടെ എനർജി ഹെർമിറ്റ്. ഫോർ ആദ്യം തന്നെ 10 of Pentacles എനർജിയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുന്ന വാതിൽ നിങ്ങളുടെ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേയും ഐശ്വര്യത്തിലേക്കുമുള്ള വാതിലാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത്. ഈ 10 of Pentacles എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതം ആസ്വദിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പുറകോട്ടേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സമ്പത്തല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം സമ്പത്ത് ഒത്തിരി ഉണ്ടായിട്ടും അതൊന്നും ചെലവഴിക്കാതെ ജീവിതം ആസ്വദിക്കാതെ വെറുതെ സമ്പാദിച്ചു മാത്രം കൂട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളം പക്ഷെ നമുക്ക് അറിയണമെന്നില്ല, ഉള്ളിലുള്ളത് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു യാത്ര പോകണം, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്ന ഇപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ മറ്റ് നാട്ടുകാർ, ഇന്ത്യക്കാർ ആയിട്ടുള്ളവർ പലപ്പോഴും യാത്രകൾക്ക് ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ പ്ലാൻ ചെയ്യും യാത്ര ഇന്ന സ്ഥലത്ത് പോകണം, ഇന്നത് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ അവർ പോകേണ്ടതെന്ന് പറയും ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് പറയും. നമ്മൾ ഒരേ ലെവലിലും ഒരേ സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നത്, ആ ഒരു സമയം വരുമ്പോൾ അത് വേണ്ട, അതിന് പകരം നാട്ടിൽ പോവാം എന്ന് ചിന്തിക്കും. ഒരു വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യില്ല. കാരണം പൈസയ്ക്ക് ഈ ഒരു സിറ്റുവേഷനും ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അവർ സാമ്പത്തികമായിട്ടൊരു തകർച്ചയോ അല്ലെങ്കിൽ അവർക്ക് സേവിങ്സ് ഇല്ലാതെയാവുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റും ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്നറിയാം. എന്നിരുന്നാലും ഓവറായിട്ട് അത് സേവ് ചെയ്ത് വെച്ചാൽ നാളത്തേക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ്. അതിനർത്ഥം സേവ് ചെയ്യരുത് എന്നുള്ളതല്ല. കാരണം സേവിങ്സ് ഇത്ര %, ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ഇത്ര ഇത്, അങ്ങനെ ഒരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യാത്രകൾ മാത്രമല്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചില ആൾക്ക് ഒരു ബൈക്ക് ഇഷ്ടമായിരിക്കും, ചില ആൾക്ക് യാത്രയായിരിക്കും, മറ്റു ചിലർക്ക് എന്തെങ്കിലും ഒരു എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ ഇഷ്ടമായിരിക്കും. പക്ഷെ ഇതൊന്നും അവർ ഒരിക്കലും ചെയ്യാത്തത് മെയിൻ സോഴ്സ് ഇൻകം എന്നുള്ള രീതിയിൽ സൂക്ഷിച്ചു വെക്കുക, സമ്പത്ത് എന്നുള്ള രീതിയിൽ. ഈ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ പ്രായമാവുമ്പോൾ ഇങ്ങനെ കാത്തിരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതെ ആവുന്ന സിറ്റുവേഷനിൽ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ എനർജി നിങ്ങളുടെ മുമ്പിൽ
നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന ആ വാതിൽ ഓഫ് അതായത് ഡോർ ഓഫ് ലക്ഷറി, ഡോർ ഓഫ് പ്രോസ്പെറിറ്റി ഒക്കെയാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം സന്തോഷം ആഘോഷിക്കുന്നു. ഒരു പ്രോസ്പെറിറ്റി, ലക്ഷറി എന്നൊക്കെ പറയുമ്പോൾ ആഡംബരം എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് മാത്രം, ആഡംബരം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സന്തോഷകരമായിട്ടിരിക്കുന്നു എന്നുള്ള, ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണെങ്കിലും പിശുക്ക് കൊണ്ടിട്ട് വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആഡംബരം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മാത്രം അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നേടിയെടുക്കുന്ന മാത്രവുമായിരിക്കില്ല. കാരണം കമ്മ്യൂണിറ്റി ആയിരിക്കും, അതായത് സക്സസ്, ഹാപ്പിനെസ്, സന്തോഷം, കമ്മ്യൂണിറ്റിയുടെ, അതായത് കുടുംബം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചില ആളുകൾ ഒരു കോർപ്പറേറ്റ് ജോലി ഇഷ്ടമുള്ള ഒരാളായിരിക്കില്ല, ചിലപ്പോൾ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കും. പക്ഷെ കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ, ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യാം. ഫിനാൻഷ്യലി ചെറിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടും ഒക്കെ ബെറ്റർ ആണെങ്കിൽ കൂടി മറ്റുള്ളവരെ ഉദ്ദേശിച്ചിട്ട് ഒരു കോർപ്പറേറ്റ് ജോബ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയുമ്പോൾ പേര് കേട്ടാൽ ഒരു ഡോക്ടറാണ്, ഒരു എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ മറ്റ് പേര് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു ജോലി തന്നെ ചെയ്യണം എന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നത് നമ്മളുടെ ഇഷ്ടത്തിനല്ല എങ്കിൽ അത് നമ്മൾ ഒരു പുവർ മെന്റാലിറ്റിയാണ്. അതൊരു നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലക്ഷറി അല്ല അവിടെയുള്ളത്, ഒരു പുവർ മെന്റാലിറ്റിയാണ്. അതാണ് ആ ഒരു അർത്ഥത്തിലുള്ള ലക്ഷറി കൂടിയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ടും പുവർ പീപ്പിൾ മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് വോൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുന്ന വാതിൽ ഫ്രീഡത്തിന്റെയാണ്, അതായത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ആലോചിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുക, മറ്റുള്ളവർ പറയുക എന്നതിന്റെ ബേസിസിലാണ്. അപ്പോൾ മറ്റുള്ളവർ എന്തും ചിന്തിക്കട്ടെ, പറയട്ടെ, പ്രവർത്തിക്കട്ടെ, മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമില്ല എങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ബാധിക്കേണ്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മേൽ ഒത്തിരി പേര് വിരൽ ചൂണ്ടുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം വിശ്വാസമുള്ളിടത്തോളം കാലം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ബാധിക്കേണ്ടുന്ന ഒരു കാര്യമേ അല്ല. 7 ഓഫ് വോൺസ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ തുറക്കുന്ന വാതിൽ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നതാണ്. റൂട്ട് ചക്രയുടെ ആ ഒരു ബ്ലോക്ക് തുറക്കുകയാണ്, ബ്ലോക്ക് ഓപ്പൺ ആവുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആവുകയാണ്, ഓപ്പൺ ആവുകയാണ്. ആ ഒരു വാതിലാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുക. അതായത് നിങ്ങൾ ഗ്രൗണ്ടഡ്, സ്റ്റേബിൾ ആണ്, ഗ്രൗണ്ടിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ മുമ്പിൽ. യു ആർ ഗ്രൗണ്ടിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ്. നിങ്ങൾ സന്തുലിതാവസ്ഥ കൈവരിക്കുകയാണ്, ബാലൻസ് കൈവരിക്കുകയാണ്. അതായത് മൂലാധാര ചക്രം ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിലെ മൂലാധാര ചക്ര അഥവാ റൂട്ട് ചക്ര, റെഡ് ചക്ര ബാലൻസ് ചെയ്യുന്നതിന്റെ, അതായത് അതിന്റെ ഗൈഡഡ് മെഡിറ്റേഷൻ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെൽഫ് എക്സ്പ്രഷൻ ആണ് ഇവിടെ. കാരണം പലപ്പോഴും നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് മുമ്പിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങളൊരു നല്ല കുട്ടി എന്ന് പേര് കേട്ട ഒരു കുട്ടിയാണെങ്കിൽ, അതായത് ആരെന്ത് പറഞ്ഞാലും ഓക്കെ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയുന്ന നിങ്ങളുടെ അച്ഛനായിരിക്കാം, അമ്മയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുവാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാത്തിനും ഓക്കെ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. സെൽഫ് എക്സ്പ്രഷൻ, ദിസ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഈസ് എന്നുള്ളത് തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് വെറുതെ ഡിഫെൻഡ് ചെയ്യല്ല, കാര്യം ഉള്ളിടത്ത് നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. എന്തിനും ഏതിനും ഒരു പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഈ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഒരു നിങ്ങളുടെ വാല്യൂ വളരെ ഹൈ ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരാരും തന്നെ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു സഞ്ചാരപാതയ്ക്ക് നിങ്ങളുടെ ഡ്രീംസ് അതിന്റെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. മാത്രമല്ല ആ വാതിൽ തുറക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ അതിലേക്ക് കയറുകയാണ്. നിങ്ങളുടെ ഡ്രീംസ് എന്താണ്? നിങ്ങളൊരു പാട്ടുകാരനാവണോ, ചിത്രകാരനാവണോ, നിങ്ങളൊരു എഞ്ചിനീയർ ആവണോ, ഡോക്ടറാണോ, ഒരു സയന്റിസ്റ്റ് ആണോ, അതോ നിങ്ങളൊരു ഷെഫ് ആകണമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയോ പുരുഷനോ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ,
നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാത്തത് എന്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാതെ നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുകയാണ്. അതിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 6 of Cups എനർജി ആണ് ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ കാണിക്കുന്നത് ഒരു പ്രണയത്തിന്റെ വാതിൽ തുറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രണയമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തൊരു സുഹൃത്ത് നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം, ക്രഷ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് നിങ്ങളെ പ്രണയിക്കുന്നതാവാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ക്രഷ് ഉണ്ടാവാം. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിവാഹാലോചന വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അടുത്തറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു സുഹൃത്തായിരിക്കാം, സുഹൃത്തിന്റെ വിവാഹാലോചന നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതാവാം ഇത് സൂചിപ്പിക്കുന്നത്. പാസ്റ്റ് നിന്നുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി പറയാനുള്ളത് പ്രണയമാണ്, സ്വപ്ന സാക്ഷാത്കാരം, പ്രണയ സാക്ഷാത്കാരം എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും പാസ്റ്റ് നിന്നൊരാൾ വരികയാണെന്ന് പറയുന്നു. അപ്പോൾ ചില ആളുകൾക്ക് ഇതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ ആവും. അതായത് നിങ്ങളുടെ എക്സ് ലവർ, എക്സ് ഹസ്ബൻഡോ വൈഫോ എക്സ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാം. ഈ വരുന്ന വ്യക്തി എപ്പോഴും നല്ലൊരു എനർജി കൊണ്ടുവരണം എന്നില്ല. അതായത് ആ വ്യക്തി ഒരു പക്ഷെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നിങ്ങൾ വഴക്കിട്ട് പോയിട്ടുണ്ട് എങ്കിൽ ഓക്കെ, പക്ഷെ ആ ഒരു വ്യക്തി ഒരു നാർസിസ്റ്റ്, ഒരു ടോക്സിക്, ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ആ വ്യക്തി തിരിച്ചു വന്നിട്ട് ഞാൻ മാറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കില്ല. അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. പാസ്റ്റിൽ നിന്ന് തിരിച്ചു വരുന്ന എല്ലാം പോസിറ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞും കണ്ടും സ്വീകരിക്കുക എന്നുള്ളതാണ്. എക്സ് ആണ് എങ്കിൽ പരമാവധി അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെച്ചത് തിരിച്ചെടുക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല. ഹെർമിറ്റ് മോഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മെഡിറ്റേറ്റീവ് എനർജി, വളരെ സ്ട്രോങ് മെഡിറ്റേറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുക. ഇതൊരു സെൽഫ് ലവിന്റെ ഒരു എനർജി കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദി ഡോർ ഫോർ സെൽഫ് ലവ് ഇസ് ഓപ്പൺ ഫോർ യു. നിങ്ങളുടെ ഇന്നർ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കുള്ള വാതിൽ, നിങ്ങളുടെ അകത്തിലേക്കുള്ള വാതിൽ തന്നെയാണ് ഇവിടെ തുറക്കുന്നത്. സോൾ സെർച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഹെർമിറ്റിംഗ് ആണ്. അതായത് നിങ്ങൾ സ്വയം മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് വിഡ്രോ ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറിയിരുന്ന് നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുക. ഒരു സെൽഫ് ഡിസ്കവറി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നുണ്ട്. സോൾ പർപ്പസ് ആണ്. അപ്പോൾ ഇതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ധ്യാനത്തിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിനർത്ഥം നിങ്ങൾ പൂർണ്ണമായിട്ടും സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ആ ഒരു സീക്രട്ട് എലോൺലെസ്സിലേക്ക് നിങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് സമയം സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുന്ന എനർജി ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യത്തിന്റെ ഇടയിൽ, അതായത് മെറ്റീരിയലിസ്റ്റിക്, സാമ്പത്തികമായിട്ടുള്ള മറ്റു കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുക. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു 4 of Pentacles എനർജി. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ മുന്നിൽ തുറക്കുന്ന ഈ ഒരു വാതിൽ എന്ന് പറയുന്നത് ഒരു ആശ്വാസത്തിന്റെ വാതിൽ, അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, പലരെയും സംബന്ധിച്ച് അതൊരു വഴക്കിട്ടിട്ട് തിരിച്ചു കൂടുന്നതോ ഒരു റീകൺസിലേഷൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു ആശ്വാസത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ഥിരതയും ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ തിരിച്ചു വരികയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പ്രതിസന്ധി ഇതെങ്ങനെ വീട്ടും, ഇപ്പൊ കടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടിൽ തീർക്കും, എവിടെ നിന്ന് വീട്ടിൽ തീർക്കും, എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ചിന്ത മൈൻഡിലുണ്ടെങ്കിൽ കടമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തീർക്കാനായിട്ട് പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ തീർക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഡബിൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഫൗണ്ടേഷൻ. നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ മാറ്റി വെക്കുക. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്ക് മാറിപ്പോവാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ആരുമല്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെ മാറി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് വരാണ്. ഒരു ആശ്വാസം നൽകുന്ന ഒരു ജീവിതത്തിലേക്ക്, അതായത് ഈ പറയുന്ന ചിന്തകളൊക്കെ മാറ്റി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജഡ്ജ്മെന്റ് എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഹാപ്പി ഡേയ്സ് ആർ ബാക്ക് അഗെയിൻ എന്ന് പറയുന്ന പോലെ ആ ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങൾ തിരിച്ചു വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇനി ചില ആളുകൾ പറയുന്ന ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും.
അപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരിക്കലും സന്തോഷം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ഒരു തരമ്പ് പോലും സന്തോഷം അനുഭവിക്കാതിരുന്നിട്ടുള്ള, ഒറിജിനലി ആ പറയുന്നതിൽ തീരെ സന്തോഷം അത്ര പോലും അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു ലെവലിലെങ്കിലും എപ്പോഴെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇല്ല, അതായത് വളരെ അത്രയും സന്തോഷം കുറച്ച് അനുഭവിച്ചിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള ആളുകളൊക്കെ ലൈഫിൽ സന്തോഷം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഇല്ലാതിരിക്കുമ്പോൾ അതിനെ സന്തോഷം എന്നാണ്, അതായത് അതാണ് സന്തോഷം എന്ന് കരുതുന്നവരാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാനസിക സന്തോഷം ഇല്ലാത്തവരുമാകാം. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മുടെ കയ്യിലുള്ളത്, അതില്ലാതിരിക്കരുത്. ഒരു സെൽഫ് റിയലൈസേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ആണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് ആരൊക്കെയോ ഹൃദയം തുറന്ന് കാണിക്കുന്നു, മറ്റു ചിലർ നിങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എന്താണ് ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങൾ സ്വയം ആസ്വദിക്കുക. ഇതാണ് സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങളെ തന്നെ നിങ്ങൾ സ്വീകരിക്കുക, മറ്റുള്ളവരല്ല, നിങ്ങളെ സ്വീകരിക്കുക, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ ഏറ്റെടുത്താൽ അത്രയും നല്ലത് എന്നുള്ളത് 2 of Wands എനർജിയാണ്. അതായത് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് മറ്റൊരാളല്ല നിങ്ങളുടെ ലോകം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലോകം എന്താണെന്ന് തീരുമാനിക്കുന്നത് മറ്റൊരാളല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വരികയാണ് ചെയ്യുന്നത്. 2 of Wands എനർജിയാണ്. ഈ 2 of Wands എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെയുള്ള ഒരു ലോകം നിങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ് ഒക്കെ മാറണം. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക്, അവസരങ്ങളുടെ വാതിലാണ്. ഈ ഒരു മാജിക് പോണ്ട് നിങ്ങൾക്ക് കാണാം. ഈ മാജിക് പോണ്ട് നിങ്ങളുടെ കൈകളിലുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം തന്നെ സൃഷ്ടിക്കാനുള്ള അതിന്റെ ഒരു അവസരമാണ്, അതിനായിട്ടുള്ള ഒരു വാതിലാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് ഫയൽ നമ്പർ 3യിലേക്ക് കിടക്കാം. സോ ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ ഫയൽ നമ്പർ 3. ഓക്കെ, ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് മുമ്പിൽ ഏത് വാതിലാണ്, എന്തിന്റെ വാതിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുന്നത്? ഫയൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. See file number 3. Chariot energy, 7 of Pentacles, 2 of Cups, Page of Wands, Strength, 9 of Pentacles, 6 of Swords. Okay. Page of Wands, Strength. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഫയൽ നമ്പർ 3. ആദ്യം തന്നെ പറയട്ടെ, ചെറിയറ്റ് എനർജി നിങ്ങൾക്ക് മുമ്പിലേക്ക് എന്തിന്റെ വാതിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളിലും നമ്മളായിട്ടെടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ടാവാം. അത് ഇടയിൽ വെച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി എന്ന് വെച്ചിട്ട് നമ്മൾ പുറകോട്ടേക്ക് പോവാതിരിക്കുക. നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരുന്ന ഏത് വാതിലാണെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഇവിടെ എടുത്ത് പറയാണ്, നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിട്ടുള്ള ഈ ഒരു വാതിൽ ആ ഒരു വാതിൽ വഴി മുമ്പോട്ടേക്ക് കടന്നു പോകുമ്പോൾ അതിന് തടസ്സങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചലഞ്ചസ് ഉണ്ടാവും, പക്ഷേ ആ ഒരു ചലഞ്ചസ് കണ്ട് ഭയന്ന് തിരിച്ചു പോകാതിരിക്കുക. മുന്നോട്ടേക്ക് തന്നെയാണ് നിങ്ങളുടെ വഴി, ഒരിക്കലും വഴി മാറി പോകാതിരിക്കുക. കാരണം ഇവിടെ ചില ആളുകളുടെ ഉള്ളിൽ
ഈ ഒരു എനർജി ഉണ്ട്, ഇത് തെറ്റായി പോ, ഞാൻ തെരഞ്ഞെടുത്ത വാതിൽ തെറ്റാണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിലുണ്ട് എങ്കിൽ ഒരിക്കലുമല്ല. ചില ആളുകൾക്ക് ഇത് പാസ്റ്റ് എനർജി ആവട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഈ ഒരു വാതിൽ കടന്നു വന്നു, ഇനി തിരിച്ചു പോകണോ, ഞാൻ വഴി തെറ്റിപ്പോയി, ഇനി ഞാൻ വഴി മാറിപ്പോണോ എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ വേണ്ട, ഇത് തന്നെയാണ് നിങ്ങളുടെ വഴി. ഈ ഒരു വഴിയല്ല, മറ്റു വഴിയിൽ പോയാലും നിങ്ങൾ ചാലഞ്ചസ് അനുഭവിക്കേണ്ടി വരും. പക്ഷെ അതൊരു നല്ല കാര്യമാണ്, നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാലഞ്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രോപ്പർട്ടി, പുതിയ വാഹനങ്ങൾ ഇവയൊക്കെ വാങ്ങിക്കാനുള്ളതിന്റെ അങ്ങനെയുള്ളൊരു സമൃദ്ധിയുടെ വാതിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ്, വിജയത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു എന്നുള്ളത്. അതേപോലെ സ്പീഡാണ്. നമുക്കറിയാം സ്പീഡ് എന്ന് പറയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനർത്ഥം എല്ലാ കാര്യങ്ങളും ഒരേ സ്പീഡിൽ നടക്കുന്നു എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ നടക്കുന്നുണ്ടാവും, മറ്റു ചില കാര്യങ്ങൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ സമയമെടുത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. എന്തെങ്കിലും ചലഞ്ചസ് വരികയാണ് എങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് സമയമെടുത്ത് മനസ്സിലാക്കി പഠിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. അതായത് നമ്മൾ ചില സ്പീഡിൽ ഓടിക്കുന്ന വണ്ടി ഒരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക് വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ട്രാഫിക് സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം. സിഗ്നൽ ആയെങ്കിൽ നമ്മൾ വണ്ടി നിർത്തുകയും വേണം. ഓക്കെ, അപ്പോൾ അതറിയാനായിട്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ആ ഒരു സ്പീഡ്, വണ്ടി ഓടിക്കുന്നവരുടെ സ്പീഡിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ വണ്ടി ഓടിക്കുന്ന വ്യക്തിക്ക് എവിടെ, എങ്ങനെ, എത്ര ദൂരം, ഏത് സ്പീഡിൽ പോകണം എന്നറിയാം. അപ്പോൾ എവിടെയാണ് സ്ലോ ഡൗൺ ചെയ്യേണ്ടതെന്ന് അതേ രീതിയിൽ നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ പല സാഹചര്യങ്ങളും ഒന്ന് നിർത്തേണ്ടിടത്തോ വേഗത കുറയ്ക്കേണ്ടിടത്തോ വേഗത കുറയ്ക്കാറില്ല. കാരണം നിങ്ങൾക്ക് ധൃതിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അപകടങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സ്പീഡ് കുറയ്ക്കേണ്ടിടത്തൊന്ന് സ്പീഡ് കുറച്ച് പോയാൽ മതിയാകും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതമാകുന്ന വണ്ടി ഓടിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അതിൽ തന്നെ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കാനുള്ള, അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്ന വാതിലാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ ചെയ്തു, ഇനി ശമ്പളം വാങ്ങിക്കാനുള്ള സമയമാണ് ആയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർമ്മയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങളുടെ കരിയർ ആൻഡ് ഫിനാൻസ് മാത്രമായിരിക്കണമെന്നില്ല ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കർമ്മഫലം എന്നുള്ള രീതിയിലാവാം. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മം നല്ല കർമ്മങ്ങളാണ് എങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള നല്ല ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. സാറ്റേണിന്റെ എനർജി സ്ട്രോങ് ആയിട്ട് നമ്പർ 7 ആണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് 7 കഴിഞ്ഞാൽ 8ലേക്കാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് യുവർ കർമ്മ. നിങ്ങൾക്ക് കർമ്മത്തിന്റെ ഫലങ്ങൾ ലഭിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഗുഡ് കർമ്മ, ബാഡ് കർമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും അറിയാം അവരൊരു ചെയ്തിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ഇപ്പോൾ തന്നെ ചെയ്യുക. അതിന് മടിക്കാതിരിക്കുക. കുറഞ്ഞപക്ഷം മനസ്സിലെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നിടത്ത് ചെയ്യാം. ഇംപേഷ്യൻസ്, വളരെയധികം ഇംപേഷ്യന്റ് ആയിരിക്കും നിങ്ങൾക്ക്. അതായത് ഒരു ക്ഷമയില്ലാത്ത ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഫലം ലഭിച്ചിട്ടില്ല എങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബില്ല് മാറി കിട്ടാനുണ്ട്, നിങ്ങളുടെ ശമ്പളം വേണ്ടുന്ന ലെവലിൽ കിട്ടിയിട്ടില്ല, ബോണസ് കിട്ടിയിട്ടില്ല, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാനുണ്ട് എങ്കിൽ നൗ ഇസ് ദ ടൈം. ഇറ്റ് ഈസ് ടൈം ടു നിങ്ങൾക്ക് റിസീവ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ റിസീവ് ചെയ്യേണ്ടുന്ന സമയമാണ്. വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫ്രസ്ട്രേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാം. കാരണം ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മറ്റാർക്കും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്നത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കുറച്ച് വൈകിപ്പോയാൽ കൂടിയും അത് നിങ്ങളിലേക്ക് തന്നെ എത്തുമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ചെറിയ ഡിലേ കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. ആ ഒരു ഡിലേ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ. നെക്സ്റ്റ് വന്നിട്ട് ഇത് 2 ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയത്തിന്റെ ദിനങ്ങളാണ്. പ്രണയത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നതാവാം. ഇവിടെ ഇത് സൂചിപ്പിക്കുന്ന വെച്ചാൽ ചില ആളുകൾ ഡേറ്റ് ചെയ്യുന്നുണ്ടാവും, മറ്റ് ഡേറ്റിംഗ് എനർജി ഉണ്ട്. അപ്പോൾ
നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇവിടുത്തെ ഒരു വളരെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫ് എങ്ങനെയാണോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിൽ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുകയാണ് എന്നുള്ളതാണ്. ലൈഫ് നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാലും ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു അൾട്രാ മോഡേൺ എനർജി ചില ആളുകളിൽ, അതായത് കേരളത്തിന്റെ ഒരു രീതി വെച്ചിട്ട് അതൊരു അൾട്രാ മോഡേൺ എനർജി എന്ന് പറയാം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജീവിതം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു അവസരമുണ്ട്. കാരണം അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ലിവിങ് ടുഗെദർ എനർജിയാണ് ഇവിടെ ഉണ്ട്. മാരേജ് ഇഷ്ടപ്പെടുന്നവർക്ക് മാരേജ് വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം എന്നുള്ള രീതിയാവാം. മറ്റു ചിലർക്ക് ഒരു ലിവിങ് ടുഗെദർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ, ചില ആളുകൾക്ക് ഒരു കണക്ഷൻ, ഒരു പ്രണയം, ഒരു ഡേറ്റിംഗ് എനർജിയാണ്. ഇപ്പോൾ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക്, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അപ്പൊ ആ വ്യക്തിക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ലെവലിലേക്കുള്ളൊരു കണക്ഷനാണ് ഇവിടെ. അത് തുറന്ന് സംസാരിക്കാനും പറ്റുന്നതിന്റെ ഒരു സെൽഫ് എക്സ്പ്രഷന്റെ വാതിൽ കൂടിയിട്ട് ഇവിടെ തുറക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ പറയുകയാണെങ്കിൽ മറ്റ് കൾച്ചർ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറിൽ പെട്ടിട്ടുള്ള ആളുകൾ, നമ്മൾ ഇന്റർ റേഷ്യൽ ആയിട്ടുള്ള മാരേജസ്, നമ്മളിപ്പോ ഇന്റർ കാസ്റ്റ് മാരേജ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്റർ റേഷ്യൽ മാരേജസ് ആവാം, ഒരു ഇന്റർനാഷണൽ മാരേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ലെവലിൽ മറ്റ് ഒരു രാജ്യത്തെ വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹവും കാര്യങ്ങളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പല തലത്തിൽ വ്യത്യസ്തതയുള്ള ഒരു വിവാഹത്തിലേക്കാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു പേജ് ഓഫ് വോൺസ് എനർജി ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വളരെ ആക്റ്റീവാണ്, വളരെ എക്സ്പ്ലോസീവ്, വളരെ ക്രിയേറ്റിവിറ്റി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ക്രിയേറ്റിവിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്ന വാതിൽ ഡോർ ഓഫ് പാഷൻ, ഡോർ ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് ഓപ്പണിംഗ് ഫോർ യു. ഈ ഒരു വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ അത്രയും എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കും. നിങ്ങൾ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് എന്തിലാണോ ഉള്ളത് അതിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നു എന്നുള്ളത്. നിങ്ങളുടെ മുമ്പിലൊരു ഈ ഒരു വാതിൽ തുറക്കുന്നത് നിങ്ങളുടെ മുമ്പിലൊരു പുതിയൊരു ഇൻസ്പിറേഷനാണ്. വളരെ പല പല കാര്യങ്ങളും, പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ക്രിയേറ്റിവിറ്റി, ഏത് തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ ചില ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ചില ആളുകൾ വളരെയധികം ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാതെ, അടുക്കും ചിട്ടി ഇല്ലാതെയുള്ളൊരു ജീവിതമായിരിക്കും നയിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ഉത്തേജനം കൂടിയിട്ടായിരിക്കും ഈ ഒരു വാതിൽ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഈ ഒരു വാതിൽ. കാരണം പലപ്പോഴും പലതും വലിച്ചുവാരി ഇട്ടിട്ട് ഒന്നും സൂക്ഷിച്ച് അടുക്കി വെക്കാതെ ഇരിക്കുന്നത്, ഞാൻ ക്രിയേറ്റീവാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്ന് പറയുന്ന ചില ആളുകളോട് നിങ്ങളുടെ ലൈഫ് പാടെ മറിയാണ്. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വയ്ക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത്. ആ ഒരു എനർജി ഓഫ് എക്സ്പ്ലോസീവ് ക്രിയേറ്റിവിറ്റിയോടൊപ്പം തന്നെ നിങ്ങൾ വളരെയധികം ഡിസിപ്ലിനോട് കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആൻഡ് സ്ട്രെങ്ത് കാർഡാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന മറ്റൊരു വാതിൽ എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ നിങ്ങൾ പ്രണയാർദ്രരായിട്ടുണ്ട്, നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം പാഷനേറ്റ് ഒക്കെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉൾഭയം, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഭയം ഉണ്ടല്ലോ, അതുകൂടി മാറ്റാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഭയം കൊണ്ടിട്ട് ഇഷ്ടമുള്ളതെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിടുന്നത് ഉള്ളിലുള്ള ഭയം കൊണ്ടായിരിക്കും. ആ ഒരു ഭയത്തിനെ അതിജീവിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. ചില ഒരു എനർജി ഓഫ് നമ്മൾ പറയും ആലീസ് ഇൻ വണ്ടർലാൻഡ് എനർജിയാണ്. കാരണം ആലീസ് ഇൻ വണ്ടർലാൻഡ് എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ പല കാര്യങ്ങളിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പലയിടങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ, നമ്മൾ പറയും ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുക ആ ഒരു എനർജി, ആ ഒരു ആലീസ് പറഞ്ഞിട്ടുള്ള കഥ എല്ലാവർക്കും ഒരു കഥയായിരിക്കാം. പക്ഷെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് വളരെ ഒരു ഫാന്റസിയേക്കാൾ വളരെ മനോഹരമായിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ ലൈഫ്. പക്ഷെ അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, വാട്ട് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് എന്നുള്ളത്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ എനർജി ഓഫ് കണക്ഷൻ, നിങ്ങളുടെ എനർജി കണക്ഷൻ വളരെയധികം ഒരു
പോസിറ്റിവിറ്റിയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും വ്യക്തത മറ്റുള്ളവർക്ക് ഒരു ഫാന്റസി ആയിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും വണ്ടർലാൻഡിൽ പോയിട്ട് വന്ന ആലീസിനെ പോലെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടിരിക്കുക, പവർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിന്റെ പവിത്രത മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. അത് മറ്റുള്ളവർ മനസ്സിലാക്കിയില്ല എന്നുള്ളതിനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളുടെ ഫാന്റസി വേൾഡിൽ നിന്ന് മറ്റുള്ളവർ കരുതിയിട്ടുള്ള ആ വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ റിയൽ ഇപ്പോഴത്തെ ഒരു ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൂടിയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഒരു ഫാന്റസി വേൾഡിന്റെ വാതിലാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത്. നെക്സ്റ്റ് 9 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. 9 ഓഫ് പെന്റക്കിൾസ് എനർജി എന്ന് പറയുന്നത് ഡോർ ടു എ ഇൻഡിപെൻഡന്റ് ലൈഫ്, ഇൻഡിപെൻഡന്റ് ബീയിങ് ആയിട്ട് നിങ്ങൾ മാറുന്നതിനുള്ളൊരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങൾ വളരെയധികം സ്പിരിച്വലി ആൻഡ് മെറ്റീരിയലിസ്റ്റിക്കലി മുന്നേറുന്ന ഒരു സാഹചര്യം, പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഇന്നർ പീസ്, ഈ ഒരു വ്യക്തിയെ കാണുന്ന പോലെ വളരെ സ്വസ്ഥവും സന്തോഷവും ഇഷ്ടമുള്ള കാര്യം ഒരു ഷാമ്പൈൻ അല്ലെങ്കിൽ ഒരു വൈനൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അതേസമയം സാമ്പത്തികമായിട്ട് ലക്ഷറി, സാമ്പത്തികം ഒക്കെ ഉണ്ട്. അതേസമയം കയ്യിലൊരു ബുക്കുണ്ട്, വിസ്ഡം, ഇന്റലിജൻസ്, പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഫ്രൂട്ട്സ് എല്ലാം സൂചിപ്പിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരാഗ്രഹിച്ച ആ ഒരു കാര്യങ്ങൾ, ഒരു പേഴ്സണലി പ്രൊഫഷണലി എല്ലാം ആഗ്രഹിച്ച ആ മൈൽ സ്റ്റോൺ അവരെ എത്തിയിരിക്കുന്നു. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് മാത്രമല്ല, മറിച്ച് ഒരു സ്പിരിച്വൽ കാര്യത്തിൽ അവർ അച്ചീവ് ചെയ്തിരിക്കുന്നു. സക്സസ് ആണ്. സക്സസ് എല്ലാ അർത്ഥത്തിലും, പ്രകൃതി, സാമ്പത്തികം, മാനസികം, അതേപോലെ ആത്മീയം, എല്ലാ കാര്യത്തിലും ഉയർന്ന തലത്തിലേക്ക് എത്തി നിൽക്കുക. ഒരു സെൽഫ് വർത്ത്, നമ്മൾ എന്ത് നേടിയാലും നമുക്ക് വേണ്ടത് സ്വയം ഒരു സെൽഫ് വർത്താണ്. സെൽഫ് വർത്ത് അവരവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 6 ഓഫ് സോർട്സ് എനർജിയാണ്. ഈ ഒരു 6 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മുന്നേറുകയാണ്. ചില ആളുകൾക്ക് ഡോർ ഇസ് ഓപ്പണിംഗ് ടു ഗോ അബ്രോഡ്, ഫ്ലൈ അബ്രോഡ്, വിദേശത്തേക്ക് പോകാനുള്ള വാതിലാണ് തുറക്കുന്നത്. അതിന് നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം, റെക്കമെൻഡേഷൻസ്, അങ്ങനെയുള്ള എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ കമ്പനി വഴി കിട്ടുക, അങ്ങനെയുള്ള മറ്റുള്ളവരിൽ നിന്നുള്ളൊരു എല്ലാ സപ്പോർട്ടോടും കൂടിയിട്ട് നിങ്ങൾക്ക് വിദേശത്തേക്ക് വിദേശത്ത് സെറ്റിൽ ആവുക, വിദേശത്ത് ഇമിഗ്രേറ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒക്കെ ഉള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. യു ആർ ഫ്ലൈയിങ് അബ്രോഡ്. ആ ഒരു എനർജി സ്ട്രോങ് മെസ്സേജ് കാണിക്കുന്നുണ്ട്. പലരിലും അത് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പൽ നമ്പർ 3. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.